വർഷം ഏപ്രിലോടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സംഘടനാപരമായി ഇനിയും കോൺഗ്രസിന് ഒരുപാട് ദൂരം താണ്ടേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ഗൗരവമൊന്നും കൈവന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഭൂരിഭാഗം DCCകളും നിർജീവമാണ്. ഇത്രയും ജീർണിച്ചൊരവസ്ഥയിൽ ഏത് തരത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുക എന്നത് KPCC നേതൃത്വത്തെ പോലും കുഴപ്പിക്കുന്ന ചോദ്യമാണ്. KPCCയിൽ പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർമാർ എന്നിവർ വന്നു. നിലവിൽ ചുമതലയില്ലാതെ നിൽക്കുന്ന മുൻ MLAമാർ അടക്കമുള്ള പുതിയ KPCC പട്ടികയിൽ ഇടം പിടിച്ചു. പുനഃസംഘടനയിൽ 9 DCC പ്രസിഡന്റുമാരെ മാറ്റിയേക്കുമെന്ന് കേട്ടെങ്കിലും അത്തരം പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രവർത്തന മികവ് പുലർത്തിയവരെ മാറ്റേണ്ടതില്ലെന്ന തീരുമാനമുണ്ടായതിനാൽ 5 DCC പ്രസിഡന്റുമാർ തുടരും. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരെയാകും നിലനിർത്തുക. ബ്ലോക്ക് തലത്തിലെ പ്രവർത്തനം, ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം എന്നിവയെല്ലാമാണ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ K. പ്രവീൺകുമാറിന് ഗുണമായത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പക്വതയോടെ ഇടപെട്ടതാണ് മലപ്പുറം ജില്ലാ അധ്യക്ഷനായ VS ജോയ്ക്ക് ഗുണമായത്. യുവ നേതാവ്, സമരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാൾ എന്ന ഇമേജ് എറണാകുളം ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഷിയാസിനെ മാറ്റിയേക്കില്ല. തൃശൂരിൽ പുതിയ DCC അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്ത് അധികമായിട്ടില്ല എന്നതിനാൽ അവിടെ മാറ്റമുണ്ടാകില്ല. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി നിർജീവമാണെന്ന വലിയ പരാതി പാർട്ടിക്കുള്ളിൽ പല ഘട്ടങ്ങളിലും മുൻപ് ഉയർന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തകരും അത്തരം വികാരങ്ങൾ പല ഘട്ടങ്ങളിലും പങ്കുവച്ചിരുന്നു. എന്നാൽ നേതാക്കളുമായുള്ള വലിയ അടുപ്പം കൊണ്ട് തന്നെ രവി ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു. അതിനിടയിലാണ് ചില വിവാദങ്ങളിൽ കൂടി അദ്ദേഹം പെടാൻ ആരംഭിച്ചതും അതുവഴി പ്രസിഡന്റ് സ്ഥാനം തെറിക്കുന്നതിന് വഴിവെച്ചതും. സ്വന്തം പഞ്ചായത്തിൽ പാർട്ടി പരാജയപ്പെട്ടത് പാലോടിന് തിരിച്ചടിയായി. ദേശീയഗാനം തെറ്റിച്ച് പാടി പാർട്ടിയെ ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കി. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ല എന്ന നിലയ്ക്ക് നടത്തിയ ശബ്ദ സന്ദേശം പുറത്തു ആയതുകൂടി വന്നതോടെ പാലോട് രവിയുടെ DCC പ്രസിഡന്റ് സ്ഥാനത്തിന് പുറത്തേക്കുള്ള വഴിയും എളുപ്പം തുറന്നു. സെക്രട്ടേറിയറ്റും നിയമസഭയും ഉൾപ്പെടെയുള്ള പ്രധാന ഭരണനിർവഹണ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് പരമാവധി ആളെക്കൂട്ടിയുള്ള സമരങ്ങൾ നടത്തുവാനും കോൺഗ്രസിന് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് തലസ്ഥാന നഗരിയിൽ വേണ്ടത്ര പിന്തുണ നൽകുവാനും DCCക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്തരം പരാതികളെല്ലാം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നപ്പോൾ മറ്റൊന്നും നോക്കാതെ രവിയോട് തൽക്കാലം വീട്ടിലിരിക്കാനായി പാർട്ടി പറഞ്ഞത്. തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഉൾപ്പെടെ തെക്കൻ കേരളത്തിലെ DCCകൾ പൊതുവെ നിർജീവമാണ്. മധ്യകേരളം എടുത്തു പരിശോധിച്ചാലും ഒഴികെ മറ്റുള്ള ജില്ലകളിലെ കമ്മിറ്റികൾ ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളാത്തതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും പിന്നീട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരു കാരണവശാലും ഭാഗ്യ പരീക്ഷണത്തിനുള്ള അവസരങ്ങളായി കോൺഗ്രസ് നോക്കിക്കാണില്ല. കാരണം സ്വന്തം നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഉടൻ നിർജീവമായ DCCകളെ പുനഃസംഘടിപ്പിക്കണമെന്നാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം പറയുന്നത്. നിർജീവമായ DCCകളുമായി തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ തുടരാമെന്ന ആത്മകഥമാണ് പലരും പറയുന്നത്.